ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദി വീഡിയോയിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ബാഗ് കളഞ്ഞുപോയ ദിലീപ് ചായ കുടിച്ച് പൈസ കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന രംഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. എല്ലാവർക്കും ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ദിലീപിന്റെ ബാഗ് കളഞ്ഞു പോയതും അവൻ വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പം ബാഗ് കളഞ്ഞുപോയി ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ച് പൈസ കൊടുക്കാൻ നോക്കുമ്പോഴാണ് ബാഗ് കയ്യിലൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പം കടക്കാരൻ അവനോട് കർശനമായിട്ട് പെരുമാറുന്നതും അവൻ അവിടെ കിടന്ന് വിഷമിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അവനോട് പറയായിരുന്നു ചായ കുടിച്ചതിന് ബദലായിട്ട് അവനോട് പാത്രം കഴുകി കൊടുക്കാനും അവിടെ മേശ തുടയ്ക്കാനുള്ള പണിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. 1 മണിക്കൂർ പണിയെടുത്തിട്ട് പോയാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിർത്തിയത് കേട്ടോ. ബാക്കി ഇപ്പം നമുക്ക് കാണാം. രമേശ് കടയിലെ തൊഴിലാളി രാമനോട്, എടോ ഇവനെയും കൂടെ കൂട്ടിക്കോ. രമേശ് ദുകാൻ കെ കർമ്മചാരി രാം കോ, കർമ്മചാരി എന്ന് പറഞ്ഞാൽ തൊഴിലാളിയാണ്, രാം കോ രാം സെ, യാർ ഇസ്സേ ബി അപ്നെ സാത്ത് ലേലോ, ഇസ്സേ ബി അപ്നെ സാത്ത് ലേലോ എന്ന് പറഞ്ഞാൽ എന്താ, ഇവനെയും നിന്റെ കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടും കൂടെ കുറച്ച് പണി ചെയ്യിപ്പിച്ചോളൂ. ഇവൻ ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തിട്ടില്ല, ആ പൈസ വസൂലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. യാർ ഇസ്സേ ബി അപ്നെ സാത്ത് ലേലോ, ഇസ്സേ ബി ഇവനെയും കൂടെ, അപ്നെ സാത്ത് നിന്റെ കൂടെ, ലേലോ കൂട്ടിക്കോ, നിന്റെ കൂടെ കൂട്ടിക്കോ ഇവനെയും കൂടെ. ആ മേശയെല്ലാം തുടപ്പിക്കൂ, എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ പറ. ആ മേശയെല്ലാം തുടപ്പിക്കുന്ന പറഞ്ഞാൽ ഹോട്ടലിൽ മേശ ഉണ്ടാവുമല്ലോ, അത് ഉസ് മേജ് കോ പോഞ്ചോ ഓർ ഉസ്സേ ബർത്തൻ ധോനെ കോ കഹോ. മേജ് കോ പോഞ്ചോ, പോഞ്ചോ എന്ന് പറഞ്ഞാല് മേശപ്പുറം തുടയ്ക്കുക. ഓർ ഉസ്സേ ബർത്തൻ ധോനെ കോ കഹോ, അവനോട് പറയൂ പാത്രം കഴുകാൻ. ഉസ് മേശ് കോ പോഞ്ചോ, മേശ തുടയ്ക്കാൻ. അത് ആരാ തുടയ്ക്കേണ്ടതെന്ന് പറഞ്ഞില്ല കേട്ടോ, അതുകൊണ്ടാണ് പോഞ്ചോ എന്ന് പറയുന്നത്. അവന് തുടയ്ക്കാം അല്ലെങ്കിൽ ഇവനെ തുടയ്ക്കാം. അവർ ഉസ്സേ ബർത്തൻ ധോനേക്കോ കഹോ, പാത്രം എന്തായാലും ഇവനെ കൊണ്ട് തന്നെ കഴിയിക്കാൻ. ഓക്കെ, ബർത്തൻ സേ ദുൽവാദു, വെറുതെ ഇരുന്ന് തിന്നതല്ലേ, ഇത് അവനൊരു പാഠമാകട്ടെ. യേ ഉസ്കേ ലിയേ ഏക് സബക് ഹോ, സബക് എന്ന് പറഞ്ഞാൽ പാഠം, ഗുണപാഠം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് സബക് എന്ന് പറയുന്നത് കേട്ടോ. യേ ഉസ്കേ ലിയേ ഏക് സബക് ഹോ, അതവനൊരു ഗുണപാഠമാകട്ടെ. ക്യോങ്കി കാലി ബൈഠ്കർ ഖായാ ഹേ നാ, കാലി ബൈഠ്കർ ഖാന ഖായാ ഹേ നാ മീൻസ് കാലി വെറുതെ ഇരുന്നിട്ട് അവൻ ഭക്ഷണം കഴിച്ചില്ലേ, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചല്ലേ, അതിനുള്ള ഒരു ഗുണപാഠാകട്ടെ. അതിന് ബദലായിട്ടാണ് ഇവനോട് പാത്രം കഴുകി കൊടുക്കാൻ പറയുന്നത്. യേ ഉസ്കേ ലിയേ ഏക് സബക് ഹോ, സബക് എന്ന് പറഞ്ഞാൽ ഇതവനൊരു പാഠമാകട്ടെ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, കാലി ബൈഠ്കർ വെറുതെ ഇരുന്നിട്ട്, ഖാന ഖായാ ഹേന ഭക്ഷണം കഴിച്ചില്ലേ, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ, അതിനുള്ള ഒരു പാഠമാകട്ടെ. ഇനി ഇങ്ങനെ ആരെയും പറ്റിക്കാൻ പാടില്ല. അബ് കിസിക്കോ ഇസ് തരഹ് ബേവ്കൂഫ് നെയിം ബനാനാ ചാഹിയേ. പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിക്കുക എന്നുള്ളതിന് പ്രോപ്പറായിട്ടൊരു വേർഡില്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക ബേവ്കൂഫ് നെയിം ബനാന. ബേവ്കൂഫ് നെയിം ബനാന എന്ന് പറഞ്ഞാൽ ഒരാളെ വിഡ്ഢിയാക്കരുത്, അല്ലെ ഒരാളെ പറഞ്ഞ് പറ്റിക്കരുത്. അയാളെ എന്താ പറയാ, അയാൾക്ക് വിവരം കുറവാണെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചിട്ട് അയാളെ തോൽപ്പിച്ചിട്ട് അങ്ങ് പോകാൻ തോന്നും. അങ്ങനെ തോന്നിക്കരുതെന്ന്. അബ് കിസിക്കോ, ഇനി മുതൽ ആർക്കും ഇസ്തര ഇതുപോലെ ബേവ്കൂഫ് നെയിം ബനാനാ ചാഹിയേ, ബേവ്കൂഫ് ആക്കരുതെന്നല്ല, അവനെ ആരെയും വിഡ്ഢിയാക്കാൻ പാടില്ല. ദിലീപ് മനസ്സില്ലാ മനസ്സോടെ അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു KSRTC ജീവനക്കാരൻ ചായ കുടിക്കാൻ വന്നു. അയാൾ കരയുന്ന ദിലീപിനെ കണ്ട് രമേശിനോട്, അപ്പൊ രമേശിന്റെ കടയിൽ KSRTC സ്റ്റാൻഡിന്റെ അടുത്തുള്ളൊരു കടയാണല്ലോ, അപ്പം ജീവനക്കാരൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ ദിലീപ് ഇങ്ങനെ ഇയാളെ വഴക്ക് പറയുന്നുണ്ട്, പാത്രം കഴുകാതെ സമ്മതിക്കില്ല എന്ന് തോന്നുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുക. അന്നേരമാണ് പോകാനിരിക്കുമ്പോഴാണ് ഒരു KSRTC ജീവനക്കാരൻ ചായ കുടിക്കാൻ വന്നത്. അപ്പം ഇവന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന കണ്ടിട്ട് അയാള് രമേശിനോട് ചോദിക്കാന്ന്, കടയുടെ ഉടമയായ രമേശിനോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരാൾ നമ്മളെ കടയിലൊക്കെ വന്നിരുന്ന ഒരാൾ കരയുമ്പോൾ നമ്മളെ പരിചയമുള്ളവർ ചോദിക്കില്ലേ, ഇവനെന്തിനാ കരയുന്നത്, ഇവനെന്ത് പറ്റി, അതുപോലെ എന്തു പറ്റി, എന്തിനാണ് ഇവൻ കരയുന്നത്. ക്യാ ഹുവാ വോ ക്യോ രോ രഹാ ഹൈ, ക്യാ ഹുവാ എന്തു പറ്റി,
वो क्यों रो रहा है, ഇവൻ എന്തിനാ കരയുന്നത്? ദിലീപിനെ നോക്കിയിട്ട് ആ കണ്ടക്ടർ പറയാണ് ഇവൻ എന്ത് പറ്റി, ഇവൻ എന്തിനാ കരയുന്നത്. ഇവൻ കരയുന്നത് പാത്രം കഴുകുന്നതിനും ചീത്തപ്പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് കേട്ടോ. ഇവൻ നിലവാരം കുറഞ്ഞ പണികളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നിലവാരം കുറഞ്ഞ പണി എന്ന് പറയാൻ പാടില്ല കേട്ടോ, എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. എങ്കിലും അവന്റെ സ്റ്റാറ്റസിന് അവന് ചേരില്ലാന്ന് തോന്നിയ ഒരു പണി, അതുകൊണ്ടാണ്. രമേശ് സാറേ ചായ കുടിച്ചിട്ട് കാശ് ചോദിച്ചപ്പോൾ ബാഗ് കളഞ്ഞു പോയെന്ന്. അപ്പൊ രമേശ് ഇയാളോട് പറയാണ് സാറേ ചായ കുടിച്ചിട്ട് കാശ് ചോദിച്ചപ്പോൾ ചായ പീനെ കെ ബാദ് ജബ് പൈസ മാംഗേ തോ ഉസ്നെ കഹാ കി ബാഗ് ഹോ ഗയാ. അവൻ പറഞ്ഞു ബാഗ് കളഞ്ഞു പോയെന്ന്. ചായ പീനെ കെ ബാദ് ജബ് പൈസ മാംഗേ തോ, ചായ കുടിച്ചിട്ടിന് ശേഷം, ബാദ് കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം, ജബ് പൈസ മാംഗേ തോ പൈസ ചോദിച്ചപ്പോൾ, ഉസ്നെ കഹാ കി അവൻ പറഞ്ഞു ബാഗ് ഹോ ഗയാ ബാഗ് കളഞ്ഞു പോയിന്ന്. അപ്പം കേൾക്കുന്നവർക്ക് ഇത് വിചാരിക്കുന്ന രമേശ് ശരിയാണെന്ന് തോന്നും, മറ്റവന്റെ നിരപരാധിത്വർക്ക് അറിയില്ലല്ലോ. ഇവനെ പോലെയുള്ള കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റിലല്ല, ഈ ഡേറ്റ് കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അബ് ഇസ്കെ ജൈസെ കൈ ലോഗ്, ഇസ്കെ ജൈസെ കൈ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ, കൂടുതൽ ജനങ്ങൾ. ഓക്കെ, അബ് ഇസ്കെ ജൈസെ ഇപ്പോൾ ഇവനെ പോലെയുള്ള കൈ ലോഗ് വളരെയധികം പേരുണ്ട് സൊസൈറ്റിയിൽ. ഇപ്പൊ ഇങ്ങനെ പറ്റിച്ചിട്ട് പോകുന്ന കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്, അതാണ് പറയുന്നത്. അബ് ഇസ്കെ ജൈസെ കൈ ലോഗ് ഹെ എന്ന് പറഞ്ഞാല് നാട്ടിലിപ്പോ ഇതുപോലുള്ള പറ്റിക നടക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന്. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഏക് ബി വിശ്വാസ് കർണേ ലായക് നീ ഹെ, ഏക് ബി ഒരെണ്ണം പോലും വിശ്വാസ് കർണേ ലായക് നീ ഹെ, വിശ്വസിക്കാൻ പറ്റുന്നതല്ല, വിശ്വസിക്കാൻ കൊള്ളില്ല, ഒറ്റതിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താ പറയാ, ഏക് ബി വിശ്വാസ് കർണേ ലായക് നീ ഹെ, ഒരെണ്ണത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ല. അത് സാധാരണ നമ്മൾ പറയൂലേ, നാട്ടിലൊക്കെ നാട്ടു നടപ്പനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നുണ്ടേത് അങ്ങോട്ട് പൊലിപ്പിച്ച് പറയല്ലൊരു. കുറച്ച് എച്ചിൽ പാത്രമെങ്കിലും കഴുകിപ്പിച്ച് വിടാം എന്ന് കരുതി. ദിലീപിനെ കൊണ്ട് കുറച്ച് പാത്രമെങ്കിലും കഴുകിപ്പിച്ചിട്ട് അങ്ങ് വിടാന്ന്. മേനെ സോച്ചാക്കി കംസേ കം കുച്ച് ബർത്തൻ തോ ദുലാ ദേത്താ ഹോ. മേനെ സോച്ചാക്കി ഞാൻ വിചാരിച്ചു, കംസേ കം ഏറ്റവും ചുരുങ്ങിയത്, കുച്ച് ബർത്തൻ തോ കുറച്ച് പാത്രമെങ്കിലും ദുലാ ദേത്താ ഹോ കഴിക്കാം, അവനെ കൊണ്ട് കുറച്ച് പാത്രമെങ്കിലും കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, അല്ലെ ഞാൻ കരുതി. ഓക്കെ, മേനെ സ്വച്ചാക്കി ഞാൻ വിചാരിച്ചു, കംസേക്ക ഏറ്റവും ചുരുങ്ങിയത്, കുച്ച് ബർത്തൻ അങ്ങനെ കുറച്ച് പാത്രമെങ്കിലും, ദുലാദിത്തഹു എന്നാല് കഴിക്കാന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് പാത്രമെങ്കിലും കഴുകിയിട്ട് പോട്ടെ, എന്നാല് അടുത്ത തവണ അവനൊരു പാടാവുമല്ലോ, അതാണ് ഇയാളുടെ വിചാരം. ഇവന്റെ റിയൽ ബുദ്ധിമുട്ട് ആർക്കും മനസ്സിലാവുന്നില്ല, മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം മലയാളം അവൻ അറിയില്ല. KSRTC കണ്ടക്ടർ ദിലീപിനോട്, അപ്പം കണ്ടക്ടർ ദിലീപിനോട് ചോദിക്കുക, KSRTC കണ്ടക്ടർ ദിലീപ് സേ, അതെങ്ങനെ പറയാ, KSRTC കണ്ടക്ടർ ദിലീപിനോട് എന്തോ സംസാരിക്കാൻ പോവാണ്. അപ്പൊ അതിനെ ഹിന്ദിയിൽ എങ്ങനെയാ പറയാ, KSRTC കണ്ടക്ടർ ദിലീപ് സേ. കണ്ടക്ടർ ദിലീപ് സേ എന്ന് പറഞ്ഞാൽ ദിലീപിനോട് കണ്ടക്ടർ പറയാണ്. കണ്ടക്ടർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാവൂലേ, ഒരാളിപ്പം കിടന്ന് കരയാണ്, മറ്റേ ആള് പ്രോബ്ലം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കണ്ടേ, അതിനാണ് ദിലീപിനോട് ചോദിക്കാൻ ഒരുങ്ങുന്നത്. നീ എവിടുന്നാ വന്നത്, തും കഹാസേ ആയാ ഹെ, എവിടുന്നാ വന്നത്, കഹാസേ ആയാ ഹെ. കഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ, കഹാസേ എവിടുന്ന, ആയാ ഹെ വന്നത്, തും കഹാസേ ആയാ നീ എവിടുന്നാ വന്നത്. ബസ്സിലാണോ വന്നത്, അടുത്ത ക്വസ്റ്റ്യൻ. ബസ് മേ ആയാ ഹെ ക്യാ, ബസ് മേ ആയാ ഹെ ക്യാ, ബസ്സിലാണോ നീ വന്നത്, നീ എവിടുന്നാണ് വന്നത്, ബസ്സിലാണോ വന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനും കൂടി ഉള്ള ഉത്തരാണ്. തും കഹാസേ ആയാ ഹെ, ബസ് മേ ആയാ ഹെ ക്യാ, ബസ്സിലാണോ വന്നത്. നിന്റെ ടിക്കറ്റ് എവിടെ, തുമാരാ ടിക്കറ്റ് കഹാ ഹെ. സർ അതെന്റെ കളഞ്ഞു പോയ ബാഗിലാണ്. സർ വോ മേരാ ഖോ ഗയാ വാല ബാഗ് കെ അന്തർ ഹെ. സർ സാർ തന്നെ, വോ മേരാ, വോ എന്ന് പറഞ്ഞാല് ആ ടിക്കറ്റ്, മേര എന്റെ, ഖോഗിയ വാല ബാഗ് അന്തര, ഖോഗിയ വാല ബാഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ബാഗ് കളഞ്ഞു പോയി എന്ന് പറയുന്നില്ലേ, അതിനകത്താണ് ടിക്കറ്റ് അടക്കമുള്ളത്. ഓക്കെ, ടിക്കറ്റും അതിനകത്താണ്. അപ്പൊ ഫോണും അതിനകത്ത്, ടിക്കറ്റും അതിനകത്ത്, പൈസ അതിനകത്ത്. ആധാർ കാർഡ് എവിടെ, ആധാർ കാർഡ് കഹാ ഹെ, അതും അതിനകത്ത് തന്നെ. വോ ബി ഉസി കെ അന്തർ, വോ ബി ഉസി കെ അന്തർ എന്ന് പറഞ്ഞാൽ എന്താ, അതും അതിനകത്ത് തന്നെ. അപ്പൊ എന്തൊരു കഷ്ടമല്ലേ, എല്ലാം കൂടെ ഒരു
യാത്രയൊക്കെ ചെയ്യുമ്പോൾ അല്ലെ ഇവിടെ പോകുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്നിനകത്ത് വെച്ച് പിടിക്കരുത്. പലതരം സൈറ്റിലായിട്ട് സൂക്ഷിക്കാം. KSRTC ബസ്സിലാണോ വന്നത്? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടക്ടറുടെ. നീ KSRTC ബസ്സിലാണോ വന്നത്? ക്യാ തും KSRTC ബസ് മേ ആയാ? ക്യാ തും KSRTC ബസ് മേ ആയാ? അതിനെ തന്നെ തും KSRTC ബസ് മേ ആയാ ക്യാ? നീ KSRTC ബസ്സിലാണോ വന്നത്? KSRTC ബസ്സിലാണെങ്കിൽ ഇയാൾ അതിലെ കണ്ടക്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇയാൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? നീ ബസ് കണ്ടാൽ തിരിച്ചറിയുമോ? തും ബസ് ദിഖേഗാ തോ പഹചാൻ ലോഗേ ക്യാ? ചില ബസ്സൊക്കെ നമ്മൾ കയറുന്ന ബസ് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. ചിലർ നമ്പർ നോട്ട് ചെയ്യും, ചിലർ കളർ നോട്ട് ചെയ്യും. KSRTC ബസ്സിനൊന്നും കളർ ഉണ്ടാവില്ല, എല്ലാം ഒരു കളറിലായിരിക്കും. എല്ലാ കണ്ടക്ടർമാരും ഒരേപോലെ ഉണ്ടാവും കാണാൻ. കാരണം നമ്മൾ അത്രയും വ്യക്തമായിട്ട് നോക്കിയാൽ എല്ലാം ഒരുപോലെ തോന്നിക്കും. ഇല്ല, സാറിനെ പോലെയുള്ള ഒരാളായിരുന്നു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ബസ് കണ്ടാൽ തിരിച്ചറിയില്ല. സാറിനെ പോലെയുള്ള ഒരാളായിരുന്നു കണ്ടക്ടർ. നെഹി സാർക്ക് ജയ്സേ ഹീത്ത കണ്ടക്ടർ. സാറിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു കണ്ടക്ടർ. ഓക്കെ, നെഹി എന്ന് പറഞ്ഞാല് ബസ്സിനെ കണ്ടാൽ തിരിച്ചറിയില്ല എന്നുള്ളതിന് നെഹിയാണ് ഇട്ടത്. എന്ത് കളറാണ് ബാഗ്? ബാഗ് കോൺസാ രംഗ് കാ ഹെ? ബാഗ്, നിന്റെ ബാഗിന്റെ കളർ എന്തായിരുന്നു? അപ്പൊ എന്തെങ്കിലും കളഞ്ഞു പോയാൽ നമ്മൾ അതിന്റെ കളറും അതിന്റെ ഷേപ്പും എല്ലാം ചോദിക്കല്ലോ. കറുപ്പ്, കറുപ്പിന് ഹിന്ദിയിൽ പറയും കാല. എന്റെ ബാഗിന്റെ കളറ് കാല. കാല എന്ന് പറയാൻ കറുപ്പാണ്. ഏത് തരം, കിസ് തരേക്ക? ബാഗ് പല തരം ഉണ്ടാകില്ല, പല പാറ്റേൺ ഉണ്ടാവും. ഹാൻഡ് ബാഗ് ഉണ്ടാവും, വാനിറ്റി ബാഗ് ഉണ്ടാവും, പിന്നെ ബാക്ക് പാക്ക് ഉണ്ടാവും. അങ്ങനെ പല പാറ്റേണിലുള്ള ബാഗ് ഉണ്ടാവും. അപ്പൊ ഏത് തരം ഉദ്ദേശിച്ചതുകൊണ്ട് കിസ് തരേക്ക. അപ്പൊ ഏത് തരത്തിലുള്ള എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒരു അമേരിക്കൻ ടൂറിസ്റ്റർ ടൈപ്പ്. ഒരു അമേരിക്കൻ ടൂറിസ്റ്റർ ടൈപ്പ്. ഏക അമേരിക്കൻ ടൂറിസ്റ്റർ ജൈസ. സാറിന്റെ കയ്യിലുള്ള ബാഗ് പോലെ തന്നെയുണ്ട്. അപ്പൊ ഈ KSRTC കണ്ടക്ടറിന്റെ കയ്യിലുണ്ട് ഒരു ബാഗ്. അവൻ പറയാ നിങ്ങളുടെ കയ്യിലുള്ള ബാഗ് പോലെ തന്നെയുണ്ട്. ആപ്കാ ഹാത്ത് മേ ജോ ബാഗ് ഹൈ ഏക്ദം ഉസ്കെ ജൈസേ ഹി ഹൈ. ഏക്ദം ഉസ്കെ ജൈസേ, അതുപോലെ തന്നെ ഉണ്ട്. സാറിന്റെ കയ്യിലുള്ള ബാഗില്ലേ അതിനെ പോലെ തന്നെ ഉണ്ട്. എങ്ങനെ പറയാ? ആപ്കാ ഹാത്ത് മേ ജോ ബാഗ് ഹൈ ഏക്ദം ഉസ്കെ ജൈസേ ഹൈ. ഏക്ദം എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ ഉണ്ടെന്ന് പറയാണ്. എന്തുകൊണ്ട് വന്ന ബസ്സിൽ പോയി നോക്കിയില്ല? ജോ ബസ് മേ ആയാ ഉസ്മേ ക്യോ നഹീ ദേഖാ? നീ വന്ന ബസ്സിൽ എന്തുകൊണ്ട് പോയി നോക്കിയില്ല എന്ന്. ന്യായമായ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ വന്നിറങ്ങിയ ബസ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡിലൊന്ന് പോയി നോക്കൂ. ജോ ബസ് മേ ആയാ ഉസ്മേ ക്യോ നഹീ ദേഖാ? നീ ഇങ്ങോട്ട് കേറി വന്ന ബസ്സില്ലേ അതിലെന്തുകൊണ്ടൊന്ന് പോയി നോക്കിയില്ല? ഉസ്മേ ക്യോ നഹീ ദേഖാ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുകൊണ്ട് പോയി നോക്കിയില്ല. ബാക്കി നാളെ. താങ്ക് യു ഫോർ വാച്ചിങ്.